എല്ലാവർക്കും നമസ്കാരം. നമ്മൾ രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നാണല്ലോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മളതിൻ്റെ ഇൻട്രഡക്ഷനിലൂടെയൊക്കെ ഒന്ന് കടന്നുപോയി അല്ലേ. ഇന്ന് നമ്മൾക്ക് രൂത്തിൻ്റെ പുസ്തകത്തിനകത്തോട്ട് തന്നെ വരാം. അപ്പോൾ അവിടെ നമ്മൾക്കറിയാം എങ്ങനെയാണ് ഈ രൂത്ത് എങ്ങനെ ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് വന്നു പെട്ടു എന്നുള്ളൊരു ചരിത്രത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, ഇസ്രായേൽ ദേശത്ത് ന്യായാധിപന്മാരുടെ കാലത്ത് എന്താണ് ക്ഷാമങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. അത് ജഡ്ജസ്, അതായത് ന്യായാധിപന്മാരുടെ പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ അതിനകത്ത് കണ്ടതാണ്. ഇവർ യഹോവയാം ദൈവത്തിൻ്റെ പക്ഷത്ത് ചേർന്നിരുന്ന സമയത്തൊക്കെ ഇവർക്ക് എന്താണ്, ഇവർക്ക് സമൃദ്ധിയും അനുഗ്രഹങ്ങളും ഒക്കെ തന്നെയാണല്ലേ. അപ്പോൾ അതാത് ന്യായാധിപന്മാർ മരിച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കും? വീണ്ടും ഇവർ അടുത്തൊരു ന്യായാധിപൻ എഴുന്നേൽക്കുന്നിടം വരെ ഇവരെന്ത് ചെയ്യും? വീണ്ടും യഹോവയാം ദൈവത്തിന് വിരോധമായിട്ട് പാപം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇവർക്ക് വീണ്ടും എന്തു വരും? ക്ഷാമം വരും. അതുപോലെ ന്യായാധിപന്മാരുടെ കാലത്ത് ഒരു ക്ഷാമത്തിൻ്റെ സമയത്ത് നമ്മുടെ അവിടെയുള്ള ഒരു കുടുംബം അവിടെ നിന്നും വിട്ട് വേറൊരു ദേശത്തേക്ക് പോകുവാനായിട്ട് അങ്ങ് പ്ലാൻ ചെയ്തു. അത് ആരായിരുന്നു? എലിമെലേക്ക് എന്ന് പറയുന്ന ഒരു മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ നവോമി എന്ന് പറയുന്ന സ്ത്രീയും രണ്ട് ആൺമക്കളുമായിട്ട് അവരെങ്ങോട്ട് പോയി? മോവാബ് ദേശത്തേക്ക് പോകുവാനായിട്ട് അവർ തീരുമാനിച്ചു. അവർ അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ ഇവർക്കറിയാം അല്ലേ, മൊവാബിയർ എന്ന് പറയുന്നത് യഹോവയാം ദൈവം ശപിച്ചിട്ടിരിക്കുന്ന ഒരു ജനമാണെന്നൊക്കെ ഇവർക്കറിയാം. കാരണം ന്യായപ്രമാണത്തിലൊക്കെ ഓൾറെഡി അതുണ്ട്. ഇതൊക്കെ ഇവർക്കറിയാം, ഇവരല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ എങ്കിലും എന്താണ്, ഈ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ട് ഇവരെ എങ്ങോട്ട് പോയി? ഇവർ അങ്ങോട്ടേക്ക് പോയി, മൊവാബ് ദേശത്തേക്ക് പോയി. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എന്താ സംഭവിച്ചത്? ആ ദേശത്ത് വെച്ചിട്ട് നവോമിയായ ആ ഒരു സ്ത്രീയുടെ ഭർത്താവായിരിക്കുന്ന എലിമെലേക്ക് മരിച്ചു പോകുവാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എന്തായി? രണ്ട് ആൺമക്കളും അമ്മയും തനിച്ചായി. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ ആ ആൺമക്കൾ രണ്ടുപേരും അവിടെയുള്ള മൊവാബിയ സ്ത്രീകളെ വിവാഹം കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് അവർ രണ്ട് മൊവാബിയ സ്ത്രീകളെ അവിടെ കല്യാണം കഴിച്ചു. ഓർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേര്. ഓക്കെ, അങ്ങനെ രണ്ട് സ്ത്രീകളെ അവർ വിവാഹം കഴിച്ചു. എന്നിട്ട് ഇവരുടെ വിവാഹം കഴിഞ്ഞ് 10 വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചിരിക്കുകയാണ്? ഇവർ രണ്ടുപേരും അങ്ങ് മരിച്ചുപോയി. അതായത് ഈ നവോമിയായിരിക്കുന്ന ആ ഒരു സ്ത്രീയുടെ രണ്ട് ആൺമക്കളും അങ്ങ് മരിച്ചുപോയി. പിന്നെ ഇനി ആരവശേഷിച്ചിരിക്കുകയാണ്? അവശേഷിച്ചിരിക്കുന്നത് ഈ നവോമി എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ രണ്ട് മരുമക്കളായിരിക്കുന്ന രണ്ട് പേരും മാത്രമാണ് അവശേഷിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർ അവിടെ ഇത്രയും കയ്പിൻ്റെ അനുഭവങ്ങൾ ആ സ്ത്രീയുടെ ജീവിതത്തിലേക്ക് വന്നു. ഇത്രയും കയ്പിൻ്റെ അനുഭവങ്ങൾ വന്നപ്പോൾ ഇവരൊരു കാര്യം അറിഞ്ഞു. എന്താണ്? ഇവർ താമസിച്ച അല്ലെങ്കിൽ ഇവരുടെ സ്വന്തം പട്ടണമായ യഹൂദ ദേശത്ത് എന്ത് സംഭവിച്ചിരിക്കുകയാണ്? അവിടുത്തെ ക്ഷാമം മാറി യഹോവയാം ദൈവം അവരെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നും ഇവർക്ക് അറിവ് കിട്ടിയപ്പോൾ ഇവരെന്ത് വിചാരിച്ചു? ഇവിടെ ഇവർക്ക് കയ്പിൻ്റെ അനുഭവങ്ങളല്ലേ, ഇവരിങ്ങോട്ട് ഭർത്താവും രണ്ട് ആൺമക്കളുമായിട്ടാണ് വന്നത്. മൂന്നും അവർക്ക് നഷ്ടമായി. ഇനിയൊരു സ്ത്രീ മാത്രം. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവരെന്താണ്, എന്നെ നിങ്ങൾ എന്ത് വിളിക്കണം? മാറ എന്ന് വിളിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത്രയും കയ്പിൻ്റെ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായി. അപ്പോൾ ഇവർ എൻ്റെ ചർച്ചക്കാരുടെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോകാം. കാരണം ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല. അവിടുത്തെ ക്ഷാമം പേടിച്ചാൽ ഇങ്ങോട്ട് വന്നതും അവിടെ ക്ഷാമം മാറി. അപ്പോൾ ഇവിടെ എന്താണ്, ഇവരുടെ കുടുംബത്തിൽ, ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് വലിയൊരു ക്ഷാമം നേരിട്ടു. എന്ത് ക്ഷാമമാണ്? തലമുറകളില്ല, ഭർത്താവില്ല, ആൺമക്കളില്ല, ആരുമില്ല. അവർക്കൊരു കൊച്ചുമക്കൾ പോലും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് ഇവർ ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ ഇവരെന്ത് വിചാരിച്ചു? എൻ്റെ ജനത്തിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്, ഇവർ മരുമക്കളെയും കൂട്ടി പുറപ്പെടാനാണ് ഇവർ പ്ലാൻ ചെയ്തത്. എന്നിട്ട് പുറപ്പെടുന്നതിന് മുൻപേ ഇവരെന്ത് ചെയ്തു? അങ്ങോട്ടേക്ക് പുറപ്പെട്ടപ്പോൾ ഇവരെന്താ ചെയ്തത്? എനിക്ക് തോന്നുന്നു യാത്രയ്ക്ക് ഇവരെല്ലാം റെഡിയായി നിൽക്കുമ്പോഴാണ് ഇവർ ഒരു വാക്ക് പറഞ്ഞു. മരുമക്കളോട് പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടേക്ക് വരണ്ട. കാരണം ഇനി ഞാൻ അത്രയും കൈപ്പേറിയുള്ള, ഞാനിനി അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ എന്താകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എന്നെ യഹോവയാം ദൈവം എന്നെ ആകെപ്പാടെ ശിക്ഷിച്ചിട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി അവിടുന്ന് പോന്ന് അതുകൊണ്ടാണ് പുള്ളിക്കാരത്തേക്ക് അത് ശിക്ഷയാണെന്ന് മനസ്സിലായതല്ലേ. കാരണം ദൈവം പോകരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ദേശത്തേക്ക് തന്നെ പോയി. അതായത് ദൈവത്തിൻ്റെ ശാപം വീണ് കിടക്കുന്ന ആ ദേശത്തേക്ക് തന്നെ ആര് ചെന്നുപെട്ടു? ഈ കുടുംബം ചെന്നു, ഇസ്രായേൽ കുടുംബം അവിടെ ചെന്നുപെട്ടു. അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഈ ദോഷം സംഭവിച്ചതെന്ന് ആർക്ക് മനസ്സിലായി? നവോമിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് നവോമി പറഞ്ഞത്, എന്നോട് അവൻ ഏറ്റവും കോപിച്ചിരിക്കുക, ദൈവം എന്നോട് കോപിച്ചിരിക്കുക, യഹോവയാം ദൈവം എന്നോട് കോപിച്ചിരിക്കുക. അപ്പോൾ ഒന്നാമത് ആ കോപത്തിൻ്റെ ഒരു പാനപാത്രം ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും കൂടി എൻ്റെ പുറകെ വരണ്ട എന്ന് മരുമക്കളോട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഇവരാദ്യം പറഞ്ഞു, ഇല്ല ഞങ്ങൾ കൂടത്തി വരും എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓർപ്പയ്ക്ക് കാര്യം മനസ്സിലായി. പുള്ളിക്കാരത്തി പറഞ്ഞു,
പുള്ളിക്കാരത്തെ ചുംബിച്ച് അമ്മായിമ്മനെ ചുംബിച്ച് എങ്ങോട്ട് പോയോ, ഞാൻ നിൻ്റെ കൂട്ടത്തിൽ വരുന്നില്ല എന്നുള്ള മനോഭാവത്തോടെ സ്വന്തം ദേശക്കാരുടെ അടുത്തേക്ക് തന്നെ പോവുകയാണ്. അവിടെ നവോമി ഒരു വാക്ക് പറയുന്നുണ്ട്. അവർ പറഞ്ഞത് രൂത്തിനോട് പറഞ്ഞു, നിൻ്റെ സഹോദരി പോയല്ലോ, അവൾ തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവന്മാരുടെയും അടുത്തേക്ക് അവൾ മടങ്ങിപ്പോയി, ഇപ്പോൾ നീയും ആ വഴി തന്നെ അങ്ങ് പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞു. കാരണം എനിക്കിനി വേറൊരു മകനുണ്ടായി, അത് വലുതായി നിങ്ങൾക്കൊരു ജീവിത പങ്കാളിയെ തന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും മുൻപിലില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയിക്കോളം പറഞ്ഞു. കാരണം അത്രയും തകർന്ന ഒരു സിറ്റുവേഷനിലായിരിക്കുന്ന നവോമി അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അവൾ പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ട് പോയിക്കോ, നിങ്ങൾ വന്നിടത്തേക്ക് തന്നെ പോയിക്കോ, അതാണ് എൻ്റെ അവസ്ഥയെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഭേദമെന്ന് നവോമിയോടെ വേദനയോടെ അവളോടും കൂടെ പറഞ്ഞു, രൂത്തിനോട് പറഞ്ഞു. അപ്പോഴാണ് രൂത്ത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. രൂത്ത് എന്താ പറഞ്ഞത്? രൂത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, നീ പോകുന്നിടത്തേക്ക് തന്നെ. ഒന്നും കൂടെ അമ്മായിമ്മയോട് പറ്റിച്ചേർന്ന് നിന്നു. എന്നിട്ട് പറഞ്ഞു, നീ പോകുന്നിടത്തേക്ക് ഞാനും പോരും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും, നിൻ്റെ ജനം എൻ്റെ ജനം. അടുത്തതാണ് ഹൈലൈറ്റ്, നിൻ്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഓർപ്പയോട് രൂത്തിനോട് എന്താണ്, ഓർപ്പ പോയപ്പോൾ തന്നെ പുള്ളിക്കാരത്തി പറഞ്ഞു, അവളുടെ ജനത്തിൻ്റെയും ദേവൻ്റെയും അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ആ കുടുംബത്തിൽ താമസിച്ചു കൊണ്ട് ഇരുന്നപ്പോൾ തന്നെ നവോമി യഹോവയാം ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലേ. യഹോവയാം ദൈവത്തെ പറ്റി പറഞ്ഞു കൊടുക്കുകയും യഹോവയാം ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നത് ഈ രണ്ട് മരുമക്കളും കണ്ടു. അപ്പോൾ ഈ രണ്ട് മരുമക്കളും കണ്ടപ്പോൾ ഈ മരുമക്കളുമാരെ അമ്മായിമ്മമാരെ നോട്ട് ചെയ്യും അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു നവോമി ഈ രണ്ട് മരുമക്കളെക്കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നവോമി പറഞ്ഞത് ഓർപ്പ പോയത് എങ്ങോട്ടാണ്? ഓർപ്പ പോയത് അവളുടെ ജനത്തിൻ്റെയും ദേവൻ്റെയും അടുത്തേക്കാണ് മടങ്ങിപ്പോയത്. എന്ന് വെച്ചാൽ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്ത ദൈവത്തിൽ അവൾ വലിയ കാര്യമായിട്ട് വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്ന് ആർക്കറിയാം? നവോമിക്കറിയാം. അതുകൊണ്ടാണ് നവോമി പറഞ്ഞത് അവൾ എങ്ങോട്ട് പോയി, അവളുടെ ദേവൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോയി. എന്നാൽ രൂത്ത് അങ്ങനെയല്ല. രൂത്തിനെ നവോമി പറഞ്ഞു കൊടുത്ത ആ യഹോവയാം ദൈവത്തെക്കുറിച്ച് നല്ല അറിവ് മാത്രമല്ല, അവൾക്ക് ആ ദൈവത്തിൽ നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് അവൾ പറഞ്ഞ നിൻ്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറഞ്ഞിട്ടാണ് കൂടത്തിലോട്ടങ്ങ് പോരുന്നത്. അല്ലായിരുന്നെങ്കിൽ രൂത്ത് പോകത്തില്ല. കാരണം നിൻ്റെ ദൈവം എൻ്റെ ദൈവമായതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടത്തിൽ വരുന്നത്. അത് നമുക്ക് അടുത്ത രണ്ടാമത്തെ ചാപ്റ്ററിനകത്തോട്ട് വരുമ്പോൾ മനസ്സിലാകും. എന്നിട്ട് ഇവരെങ്ങോട്ട് പോയി? രൂത്തും നവോമിയും കൂടി എങ്ങോട്ട് പോയി? അവരുടെ യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോയി അല്ലേ, ഇസ്രായേലിലോട്ട് മടങ്ങിപ്പോയി. അപ്പോൾ നവോമി അങ്ങോട്ട് മടങ്ങി വന്നത് ഇസ്രായേൽക്കാരെല്ലാവരും അറിഞ്ഞു. അവൾ മാത്രമല്ല, അവളുടെ ഒരു മരുമകളും കൂടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു. എന്നിട്ട് ഇനി വന്നിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ മരുമകളെക്കുറിച്ചും ഇവർ നന്നായിട്ടങ്ങ് കേട്ടു അല്ലേ. അത് നമ്മൾക്ക് ബോവസ് പറയുന്നത് നമ്മൾക്കറിയാം. എന്നിട്ട് നന്നായിട്ടങ്ങ് കേട്ടു. എന്നിട്ട് ഇവളെന്താ ചെയ്തത്? രൂത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ വിശ്രമത്തിലിരുന്നില്ല. അവിടെ കുറച്ച് വിശ്രമിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൾ എങ്ങോട്ട് പോയി? കാല പിറക്കുവാനായിട്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഭക്ഷണം വേണം, എന്തെങ്കിലും ഉണ്ടാക്കണം, തനിക്കും ജീവിക്കണം അമ്മായിമ്മയ്ക്കും ജീവിക്കണം. ഇവളുടെ ഉത്തരവാദിത്വം ഇവളെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് രൂത്ത് എങ്ങോട്ട് പോയി? കാല പിറക്കാൻ വയലിലോട്ട് പോയി. എന്നിട്ട് അമ്മായിമ്മയോട് പെർമിഷൻ ചോദിച്ച് വയലിലോട്ട് പോയി. എന്നിട്ട് വയലിലോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ്, രൂത്ത് അവിടെ ചെന്ന് പെട്ടത് ആരുടെ വയലിലാണ്? ബോവസിൻ്റെ വയലിലാണ് ചെന്ന് പെട്ടത്. അപ്പോൾ ബോവസ് അവിടെ വന്നു. ബോവസ് വന്നപ്പം രൂത്ത് അവിടെ കറ്റകളുടെ ഇടയിൽ പെറുക്കുക. കാരണം അവൾ അത്രേ ചോദിച്ചുള്ളൂ, എനിക്ക് കറ്റ പെറുക്കാൻ തരണമെന്നൊന്നും ചോദിച്ചില്ല. അവൾ എന്താ ചോദിച്ചത്? അവർ പെറുക്കുന്നതിൻ്റെ കൂട്ടത്തിലുള്ള ആ വീണ് കിടക്കുന്ന കറ്റയുണ്ടല്ലോ, എന്ന് വെച്ചാൽ വേസ്റ്റ്, ഇത് പെറുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ അവർ വിട്ട് കളയുന്നത് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് പോകുന്നതും അത് പെറുക്കിക്കോട്ടെ എന്നുള്ള പെർമിഷനെ പുള്ളിക്കാരത്ത് ചോദിച്ചുള്ളൂ. കാരണം രൂത്തിനറിയാം രൂത്ത് ആരാ. രൂത്ത് ഒരു മോവാബിയ സ്ത്രീയാണെന്നറിയാം. ഈ ജനത്തിൻ്റെ കൂട്ടത്തിൽ നിൽക്കുവാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്ന് ആര് തിരിച്ചറിഞ്ഞു? രൂത്ത് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് രൂത്ത് ഏറ്റവും താഴ്ന്നവളായിട്ട് തന്നെ ആ വയലിനകത്തോട്ട് പോയത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ ആ ചെറിയ ആ വേസ്റ്റായിട്ട് നിങ്ങൾ കളയുന്നതില്ലേ, അത് പെറുക്കിക്കോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവള് പെറുക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആര് വരുന്നത്? ആ വയലിൻ്റെ ഉടമസ്ഥനായ ബോവസ് വരുന്നത് അല്ലേ. എന്നിട്ട് ബോവസ് കൊയ്ത്തുകാരുടെ മേലാളായിരിക്കുന്ന ആളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതേതാ ഈ സ്ത്രീ? അന്നേരം പറഞ്ഞു, ഇതാരാ? ഇത് നവോമിയുടെ കൂട്ടത്തിൽ വന്ന സ്ത്രീയാണെന്ന് പറഞ്ഞു. അപ്പോൾ ബോവസിന് അറിയാം ഇതാരാണെന്നല്ലേ. ആരാണെന്ന് കറക്റ്റായിട്ട് വയലിൻ്റെ ഉടയവനായ ബോവസിന് അറിയാം ഈ സ്ത്രീ ആരാണെന്നറിയാം. അപ്പോൾ ബോവസ് എന്താ പറഞ്ഞു? ബോവസ് പറഞ്ഞു, അവൾ കറ്റ പെറുക്കിക്കോട്ടെ, അവളെ നിങ്ങൾ ഉപദ്രവിക്കരുത്, അവൾക്കൊരു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ അങ്ങ് കൽപ്പിച്ചു. അവളെ ഉപദ്രവിക്കരുത്, അവൾ വേസ്റ്റ് പെറുക്കിക്കോട്ടെ എന്നല്ലേ ചോദിച്ചത്. അതുകൂടാതെ അവൾക്ക് കുറച്ച് നല്ല കറ്റകളും കൂടി വലിച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾക്ക് കഥകളൊക്കെ അറിയാമല്ലേ. ഇപ്പോൾ അതൊക്കെ കൊണ്ട് വീട്ടിൽ പോകുന്നു. വീട്ടിൽ പോയിട്ട് നവോമി പറയുന്നു, നിൻ്റെ ചാർച്ചക്കാരനാണ് ആര്? ഈ ബോവസ് എന്ന് പറയുന്നത്. ഏത് വയലിലാണ് പോയതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ബോവസ് എന്ന് പറയുന്നവൻ
ചാർച്ചക്കാരൻ എന്ന് വെച്ചാൽ നിന്റെ വീണ്ടെടുപ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ട് നവോമി പറഞ്ഞു വിടുന്നതൊക്കെ ഉണ്ടല്ലേ. അവൾ രാത്രിയിൽ ആ മനുഷ്യൻ്റെ കാലിൻ്റെ ചുവട്ടിൽ പോയി കിടക്കുകയും, അതൊക്കെ ഇസ്രായേലിൻ്റെ ഒരു സമ്പ്രദായമാണ്. അവിടെ പോയി കിടക്കുകയും എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ കഴിഞ്ഞും അടുത്തൊരു ചാർച്ചക്കാരനുണ്ട്, അപ്പോൾ അവനോട് ചോദിക്കട്ടെ, അവൻ വീണ്ടെടുത്തില്ല എങ്കിൽ ഞാൻ വീണ്ടെടുത്തു കൊള്ളാമെന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് അതിനു മുൻപേ ബോവസ് പറയുന്ന ഒരു ചരിത്രം, ഒരു വാക്കുണ്ട് കേട്ടോ. അത് 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിനകത്താണ് പറയുന്നത്. ബോവസ് പറയാം, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ നിനക്ക് കുറച്ച് പ്രതിഫലമല്ല, പൂർണ്ണ പ്രതിഫലം തരട്ടെ. എന്നിട്ട് ഇവളോട് പറയുക, നീ ആരാണെന്ന് എനിക്കറിയാം, നീ എന്താണെന്ന് എനിക്കറിയാം, നിന്റെ ആരാധന എന്താണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ ആശ്രയിച്ച് വന്നിരിക്കുന്ന യഹോവയുടെ ചിറകിൻ്റെ കീഴിലാണ് നീ ആശ്രയിച്ച് വന്നിരിക്കുന്നത്. അത് ബോവസിനോട് ചോദിച്ചാൽ ബോവസ് പറയും, അത് ഇവളെക്കുറിച്ച് പറഞ്ഞു, ഇവളെക്കുറിച്ച് കേട്ട ശ്രുതിയാണ്. എനിക്ക് തോന്നുന്നു ആ ശ്രുതി ആരാ പറഞ്ഞു കൊടുത്തത്? അത് നവോമി ആയിരിക്കണം മറ്റുള്ളവരോടൊക്കെ പറഞ്ഞതല്ലേ, രൂത്തിനെ കുറിച്ച്. കാരണം നവോമിക്ക് അറിയത്തുള്ളൂ രൂത്തിനെ കുറിച്ചും. ഈ ദൈവത്തിൻ്റെ ചിറകിൻ്റെ കീഴിലാണ് ഇവൾ ആശ്രയിച്ച് വന്നിരിക്കുന്നതെന്ന് ആർക്ക് കറക്റ്റായിട്ട് മനസ്സിലായി? നവോമിക്ക് മനസ്സിലായി. അതുകൊണ്ട് നവോമി അത് പറഞ്ഞത്, അത് മനസ്സിലാക്കിയ ബോവസാണ് പറഞ്ഞത്, യഹോവയുടെ ചിറകിൻ്റെ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾക്കറിയാം ബോവസ് രൂത്തിൻ്റെ വീണ്ടെടുപ്പുകാരനായി മാറുന്നു. അതിനുശേഷം അവർക്കൊരു കുഞ്ഞ് ജനിക്കുന്നു അല്ലേ, ഓബേദ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് ജനിക്കുന്നു. അതൊക്കെ നമ്മൾക്കവിടെ മനസ്സിലായി. എന്നിട്ട് ആ ഓബേദാണ് ആര്? നമ്മുടെ ഇഷായി എന്ന് പറയുന്ന നമ്മുടെ ദാവീദ് രാജാവിൻ്റെ അപ്പനായ ഇഷായിയുടെ അപ്പനാണ് ആര്? ഓബേദ്. അതായത് ദാവീദിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ ഓബേദ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ദാവീദ് രാജാവിൻ്റെ വംശപാരമ്പര്യത്തിലാണ് യേശു ക്രിസ്തു ജനിച്ചതൊക്കെ ഇന്നലെ നമ്മൾ സംസാരിച്ചു. ഇനി ഇതിനകത്തെ പോയിന്റിലോട്ട് നമ്മൾ വരികയാണല്ലേ. അപ്പോൾ ഈ രൂത്ത് എന്താണ്? രൂത്ത് ഞാൻ ഇസ്രായേൽ ദേശത്ത് വന്നതുകൊണ്ട് ഇസ്രായേൽക്കാരുത്തിയായിട്ട് മാറിയെന്നുള്ള ധാരണയൊന്നും ആർക്കുണ്ടായിരുന്നില്ല. ഈ രൂത്തിനുണ്ടായിരുന്നില്ല. രൂത്ത് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ എന്ത് ചെയ്തോളാം, ഞാൻ ആ വേസ്റ്റ് അല്ലെ നിങ്ങൾ ഇട്ടുന്ന ആ കറ്റയുടെ ഇടയിൽ നിന്ന് ഞാൻ പെറുക്കിക്കോളാം എന്ന് പറഞ്ഞു. കാരണം അത്രമാത്രം താഴ്ന്നൊരു മെൻറ്റാലിറ്റിയുമായിട്ടാണ് അവൾ എങ്ങോട്ട് ചെന്നത്? അവൾ ആ വയലിനകത്തോട്ട് ചെന്നതല്ലേ. എന്നിട്ട് ആ വയലിനകത്ത് ചെന്നപ്പോൾ ആ വയലിൻ്റെ ഉടമസ്ഥനായ ബോവസ് ആരായിരുന്നു? ബോവസ് ഇവളുടെ വീണ്ടെടുപ്പുകാരനായിരുന്നു. ഓർക്കുക, നമ്മൾ ഇന്ന് എങ്ങോട്ടാണ് വന്നിരിക്കുന്നത്? നമ്മളും വന്നിരിക്കുന്നത് വല്ലവരെയും കണ്ടിട്ടാണോ? അല്ല, മനുഷ്യരെ കണ്ടിട്ട് വന്നവരൊക്കെ മടങ്ങിപ്പോയിട്ടുണ്ട്. അല്ലെങ്കിൽ മനുഷ്യരെ കണ്ടിട്ട് ഇറങ്ങി തിരിച്ചവർക്കൊക്കെ എന്ത് പറ്റിയിട്ടുണ്ട്? ഒരു പാതി വഴിയിൽ വീണു പോയിട്ടുണ്ട്. എന്നാൽ യഹോവയാം ദൈവത്തെ മാത്രം നോക്കി വന്നവർ ഇന്നും എവിടെയാണ് നിൽക്കുന്നത്? ഉറച്ചു നിൽക്കുക, ദൈവത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ ഉറച്ചു നിൽക്കുന്നവർക്ക് എന്താണെന്നറിയാമോ? ദൈവം ഇച്ചിരി പ്രതിഫലമല്ല കൊടുക്കുന്നത്, പൂർണ്ണ പ്രതിഫലം കൊടുക്കുമെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ദൈവം അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ രൂത്ത് വേറെ വയലിലോട്ടൊന്നും പോയില്ല കേട്ടോ. എവിടെയാണ് വന്നു പെട്ടത്? തൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ വയലിൽ തന്നെയാണ് വന്നു പെട്ടത്. അതുകൊണ്ട് അവൾക്ക് എന്ത് ലഭിച്ചു? അവൾക്കൊരു വീണ്ടെടുപ്പ് ലഭിച്ചു. ഇവിടെ ഓർക്കുക, നമ്മളുടെ വീണ്ടെടുപ്പുകാരൻ ആരാ? കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ വീണ്ടെടുപ്പുകാരൻ അല്ലേ. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ ആശ്രയിച്ചു വരികയും അവൻ്റെ വയൽ പ്രദേശത്ത് തന്നെ വന്നുപെടുകയും ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഇന്ന് പല വിധത്തിലുള്ള വയലുകളുണ്ട്. വയലിനെ നമ്മൾക്ക് എന്തായിട്ട് ഉപമിക്കാം? സഭകളായിട്ടങ്ങ് ഉപമിക്കാം അല്ലേ. അപ്പോൾ ഇന്ന് പല തരത്തിലുള്ള സഭകളുണ്ട്. പക്ഷേ ഈ സഭയുടെ ഉടമസ്ഥൻ ആരായിരിക്കണം? കർത്താവായ യേശുക്രിസ്തു ആയിരിക്കണം. അല്ല എങ്കിലുണ്ടല്ലോ നമ്മൾക്കവിടെ പ്രൊട്ടക്ഷൻ ഇല്ല. കാരണം അവിടെ പറഞ്ഞിരിക്കുക, അവളെ ആരും ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു. ആരാ ഓർഡർ ഇട്ടത്? വയലിൻ്റെ ഉടമസ്ഥൻ ഓർഡർ ഇട്ടു, രൂത്തിനെ ആരും ഉപദ്രവിക്കില്ല. അപ്പോൾ ഉപദ്രവമുള്ള വയലുകളുണ്ട് എന്ന് ചുരുക്കം അല്ലേ. അല്ലെങ്കിൽ ആ വയലിൽ തന്നെയാണെങ്കിലും ഉപദ്രവിക്കുന്നവരുണ്ട്. പക്ഷേ ഇവളുടെ ആശ്രയം ദൈവത്തിലായതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇവളുടെ ആശ്രയം വയലിൻ്റെ ഉടമസ്ഥനല്ല ആയിരിക്കുന്നത് കൊണ്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവളെ ആരും ഉപദ്രവിക്കരുത്. അവൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷൻ മുഴുവൻ അവിടെ കൊടുത്തു. അതുകൂടാതെ അവൾക്ക് വേണ്ടുന്ന ധാന്യങ്ങളും എല്ലാം അവിടെ ഒരുക്കി കൊടുത്തു. ആരാ ഒരുക്കി കൊടുത്തത്? ഉടയവൻ ഒരുക്കി കൊടുത്തു. അപ്പോൾ ഓർക്കുക, നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒന്നാമത് വന്ന് പെടേണ്ടത് എവിടെയായിരിക്കണം? ദൈവത്തിൻ്റെ വയൽ പ്രദേശത്ത് തന്നെ വന്നു പെടണം. എന്ന് വെച്ചാൽ നമ്മൾ പോകുന്ന സഭയിൽ അതിൻ്റെ ഭരണാധികാരി ദൈവമാണെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇല്ല എങ്കിൽ നമ്മൾക്ക് അവിടുന്ന് നമ്മൾക്ക് എന്തുണ്ടാകും? തിക്താനുഭവങ്ങളും അവിടുന്ന് നമ്മൾക്ക് ഉപദ്രവങ്ങളും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നമ്മൾക്കുണ്ടാകും. ഒരു പ്രൊട്ടക്ഷനും നമ്മൾക്ക് അവിടെ കിട്ടത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭയ്ക്കകത്താണ് നമ്മൾ വന്ന് പെട്ടതെങ്കിൽ അവിടെ നമ്മൾക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷനുകൾ ഉണ്ടാകും. അവിടെ നമ്മൾക്ക് വേണ്ടുന്ന കരുതലുകളൊക്കെ ദൈവം ഒരുക്കി തരും കേട്ടോ. അതുകൊണ്ട്
ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പോകുന്ന സഭ നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ട് തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇന്ന് കുറേ കള്ളപ്രവാചകന്മാരും കള്ള അപ്പസ്തോലന്മാരും ഒക്കെയാണെന്ന് പറഞ്ഞു. ഈ അപ്പസ്തോലൻ്റെ പേരിൻ്റെ അർത്ഥം പോലും അറിയാത്ത പലരും ഇന്നും ഞാൻ അപ്പസ്തോലനാണെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ വയൽ പ്രദേശത്ത് ചെന്ന് വിട്ടാലത്തെ കാര്യം എന്താണെന്നറിയാമോ? നിനക്ക് ലഭിക്കേണ്ട കരുതലുകൾ ലഭിക്കത്തില്ല, നിനക്ക് ലഭിക്കേണ്ട പ്രൊട്ടക്ഷൻ ലഭിക്കത്തില്ല. നീ അവിടെ വെറും ഒരു അടിമയായിട്ട് മാറ്റപ്പെടും. എന്നാൽ നീ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നയിക്കപ്പെടുന്ന സഭയ്ക്കകത്ത് നീ വന്നുപെട്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം നിനക്ക് വേണ്ടുന്ന കരുതലുകളും നിനക്ക് വേണ്ടുന്ന പ്രൊട്ടക്ഷനുകളും എല്ലാം ദൈവം അവിടെ ഒരുക്കും. കാരണം ദൈവം അവിടെ ഒരു കൽപ്പന പുറപ്പെടുവിക്കും. അവളെ തൊട്ടുപോകരുതെന്നൊരു കൽപ്പന ദൈവം അവിടെ പുറപ്പെടുവിക്കും. പിന്നെ നിനക്കെതിരെ ഒരു നാവും ചലിക്കത്തില്ല, നിനക്കെതിരെ ഒരു വ്യക്തിയും എഴുന്നേൽക്കത്തില്ല. കാരണം ഉടയവൻ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സഭ എന്താകണം? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സഭ നമ്മൾ തിരഞ്ഞെടുക്കണം. ഇനി അതവിടെ നിൽക്കട്ടെ, ഞാൻ കുറിവാക്യത്തിലേക്ക് വരാം. കുറിവാക്യം എന്താണ്? യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന, ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ഇവരാരും രൂത്തിനെ മാറ്റി നിർത്തിയില്ല കേട്ടോ. മോവാബി സ്ത്രീയാന്ന് പറഞ്ഞുകൊണ്ട് അവളെ മാറ്റി നിർത്തിയില്ല. അവൾക്ക് കൊടുക്കേണ്ടത് സകലതും കൊടുത്തു. ഇതുപോലെ തന്നെ നമ്മളിന്ന് ഓർക്കണം, നമ്മുടെ കൂട്ടത്തിലോട്ടല്ലേ വലിയ ജാതികളിൽ നിന്ന് വേറെ ജാതികളിൽ നിന്നൊക്കെ ആൾക്കാർ കടന്നു വരും. ഇന്ന് പെന്തക്കോസ്തുകാരായിരിക്കുന്നവരും ക്രിസ്ത്യാനികളായിരിക്കുന്നവരും ഒക്കെ ഇന്ന് നമ്മളിന്ന് തരം തിരിക്കുമല്ലേ? അവൻ്റെ ജാതിയും മതവും അവൻ എതിനകത്തുനിന്നാണ് വന്നതും എതിനകത്തുനിന്നാണ് ഏത് ജാതിയിൽ പെട്ടതാ എന്നൊക്കെ ഓർത്ത് നമ്മളിങ്ങനെ തരം തിരിക്കും. ക്രിസ്ത്യാനികളിലാണെങ്കിലും തരം തിരിവുണ്ടല്ലേ? ഞാൻ ഇന്നതിനകത്ത് പെട്ടതാ, ഞാൻ സീറോ മലബാറിൽ പെട്ടതാ, ഞാൻ ജ്ഞാനായ കത്തോലിക്കസ് പെട്ടതാ, ഞാൻ റോയൽ ബ്ലഡാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള തരം തിരിവുകൾ ഇന്ന് എവിടെയുണ്ട്? ഇന്ന് നമ്മളുടെ സഭകളിലൊക്കെ ഉണ്ട്. ഇനി പെന്തക്കോസ്തുകാരിലേക്ക് വന്നാലോ, പെന്തക്കോസ്തുകാർ ഞങ്ങൾ വേർതിരിക്കപ്പെട്ട ഒരൊറ്റ ജാതി എന്നാണ് പറയുന്നത്. പക്ഷെ മക്കളുടെ കല്യാണം വരുമ്പോഴത്തേക്ക് എങ്ങോട്ട് പോകും? എതിനകത്തുനിന്നാണ് വന്നതിൻ്റെ ചരിത്രം പെറുക്കി പോകും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മോവാബിയ സ്ത്രീയായ രൂത്തിൻ്റെ ചരിത്രം നോക്കിയൊന്നും അവർ പോയില്ല. അവിടെ ബോവസ് വീണ്ടെടുപ്പുകാരനാണെന്ന് അറിഞ്ഞ് വീണ്ടെടുത്തു. അത് മാത്രമല്ല, യഹോവയാം ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്നവൾക്ക് പൂർണ്ണ പ്രതിഫലം ആര് കൊടുത്തു? ദൈവം കൊടുത്തപ്പോൾ ഓർക്കുക, നമ്മുടെ എന്തുമാകട്ടെ നമ്മളുടെ ആശ്രയം എവിടെയായിരിക്കണം? ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചു കഴിഞ്ഞാൽ ആ ദൈവം പൂർണ്ണ പ്രതിഫലം തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇച്ചിരി പ്രതിഫലമല്ല കേട്ടോ, കുറച്ച് പ്രതിഫലവും ഒന്നും അല്ല പറഞ്ഞിരിക്കുന്നത്. പൂർണ്ണ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇന്ന് പൂർണ്ണ പ്രതിഫലം നമ്മൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ ഓർക്കുക, നമ്മളുടെ ആശ്രയം മറ്റെവിടെയൊക്കെയോ പോയിട്ടുണ്ട് കേട്ടോ. ആ മറ്റെവിടെയെങ്കിലും ഒക്കെ പോയ ആശ്രയമുണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിക്കും. നീ മനുഷ്യൻ്റെ മുഖത്ത് നോക്കണ്ട, പാസ്റ്ററിൻ്റെ മുഖത്ത് നോക്കണ്ട, അച്ഛൻ്റെ മുഖത്ത് നോക്കണ്ട, മെത്രാൻ്റെ മുഖത്ത് നോക്കണ്ട, കമ്മിറ്റിക്കാരുടെ മുഖത്ത് നോക്കണ്ട. ആരുടെ മുഖത്ത് നോക്കിയാൽ മതി? നിന്നെ വിളിച്ചിറക്കിയ നിന്റെ ഉടയവൻ്റെ മുഖത്തോട്ട് നീ നോക്കും. അതിൽ മാത്രം നീ ആശ്രയിക്കുക. കാരണം അവിടെ മാത്രമേ നിനക്ക് കരുതലുകളും പ്രൊട്ടക്ഷനുകളും ലഭിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞും ഇസ്രയേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ നീ പരിപൂർണമായും ആശ്രയിച്ചു കഴിഞ്ഞാൽ അവൻ നിനക്ക് പൂർണ്ണ പ്രതിഫലം തരും. എവിടെയൊക്കെ നിന്റെ പ്രതിഫലം നിനക്ക് നഷ്ടപ്പെട്ടോ അവിടെയൊക്കെ ദൈവം നിനക്ക് പ്രതിഫലം മടക്കി തരും. അതുകൂടാതെ കയ്പിൻ്റെ അനുഭവങ്ങളെ മാറ്റുമല്ലേ? നവോമിയോട് ചോദിച്ചാൽ നവോമി പറയും, ഞാൻ ഈ ദൈവത്തെ വിട്ട് ഞാൻ മോവാബി ദേശത്തേക്ക് പോയി. എന്ന് വെച്ചാൽ ശപിക്കപ്പെട്ടവരുടെ ഇടയിലോട്ട് പോയപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാവോ? എനിക്ക് കണ്ണുനീരും കയ്പും മാത്രം അവിടെ ഉണ്ടായത്. എന്ന് വെച്ചാൽ അത് ദൈവം ശപിച്ചിട്ടിരിക്കുന്ന ആ പട്ടണത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? ഇസ്രയേലിൻ്റെ ദൈവത്തെ ഉപേക്ഷിച്ചും ഞാൻ ശപിക്കപ്പെട്ടിരിക്കുന്ന പട്ടണത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അവിടെ എനിക്ക് കയ്പും അവിടെ എനിക്ക് എന്താ പറയുക കണ്ണുനീരും മാത്രമേ എനിക്ക് മിച്ചമുണ്ടായിരുന്നുള്ളൂ. നവോമി കൂട്ടത്തിൽ വന്നപ്പോൾ രൂത്ത് എന്ന മരുമകളെയും കൊണ്ട് മാത്രമാണ് വന്നത്. കൊണ്ടുപോയതൊന്നും കൂട്ടത്തിലുണ്ടായിരുന്നില്ല. കാരണം യഹോവയിൽ ആശ്രയിച്ച് ആ ആശ്രയം വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവസ്ഥയൊക്കെ ഇതുപോലെ ശൂന്യമാകും. അതുകൊണ്ട് ഓർക്കുക, നമ്മൾ എവിടെ ആശ്രയിക്കണം? യഹോവയാം ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക, നമ്മളുടെ കർത്താവിൽ മാത്രം ആശ്രയിക്കുക, നമ്മൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. ആ ഒരു ആശ്രയത്തിൽ നമ്മൾ നിന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവിടുന്ന് വേണ്ടുന്ന കരുതലുകളും പ്രൊട്ടക്ഷനുകളും തന്ന് ദൈവം നമ്മളുടെ കണ്ണുനീരിൻ്റെയും കയ്പിൻ്റെയും അനുഭവങ്ങളെ മാറ്റി ഒരു പുതിയ തലം ദൈവം നമ്മൾക്ക് വേണ്ടി തുറക്കും. ഒരു പുതുവഴി ദൈവം നമ്മൾക്ക് വേണ്ടി തുറക്കും. രൂത്തിന് വേണ്ടി അങ്ങനെയാണ് ചെയ്തത്. പുതുവഴി ദൈവം തുറന്നു കൊടുത്തു അല്ലേ? അവൾക്ക് പുതുവഴികളെ ദൈവം തുറന്നു കൊടുത്തു. പുതിയ ജീവിതത്തിലേക്ക് അവൾക്ക് പ്രവേശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഓർക്ക് ഇതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് നിന്നു കഴിഞ്ഞാൽ നമ്മളുടെ കയ്പിൻ്റെ അനുഭവങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും അല്ലെങ്കിൽ നിന്ദയുടെ അനുഭവങ്ങളും ശാപത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം മാറ്റിക്കളഞ്ഞിട്ട് അനുഗ്രഹത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരും. പക്ഷേ നമ്മളുടെ ആശ്രയം എവിടെയായിരിക്കണം? യഹോവയാം ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചു കഴിഞ്ഞാൽ ദൈവം നമ്മളെ കൈവിടത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ഇന്ന് ആരെങ്കിലും
ഇതുപോലെയുള്ള കയ്പിൻ്റെയും കണ്ണുനീരിൻ്റെയും ശാപത്തിൻ്റെയും അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം നിന്ന് പറയുക ഈ വചനം 2:12. ഓക്കെ, രൂത്തിന്റെ പുസ്തകം 2:12 അതിനകത്ത് പറയുക, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് വന്നിരിക്കുന്ന നിനക്കവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ. ആശ്രയം ദൈവത്തിൽ മാത്രം വയ്ക്കുക. ഈ വചനം അങ്ങ് ഉരുവിട്ടു. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ദൈവം എന്തായിട്ട് എഴുന്നേൽക്കും? വീണ്ടെടുപ്പുകാരനായിട്ട് എഴുന്നേൽക്കും. ആശ്രയം ദൈവത്തിൽ വെച്ചു കഴിഞ്ഞാൽ അവൻ വീണ്ടെടുപ്പുകാരനായിട്ട് എഴുന്നേൽക്കും. നമ്മൾ പറയും, ദൈവമേ എല്ലാവർക്കും കൊടുത്തിട്ട് ഒരു ഇച്ചിരി അനുഗ്രഹം എനിക്ക് തരണേ. അങ്ങനെയല്ലേ നമ്മൾ ആദ്യമൊക്കെ വന്നപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു, ദൈവമേ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ബാക്കി ഒരു ഇച്ചിരി ഉണ്ടെങ്കിൽ തരണേ എന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയാണോ നമ്മുടെയൊക്കെ അനുഭവം? അല്ലല്ലേ. കാരണം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്തതിനെ കഴിഞ്ഞുമൊക്കെ എത്രയോ ശ്രേഷ്ഠകരമായ ആത്മീയ അനുഭവങ്ങളൊക്കെ ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട്. ഭൗതിക നന്മകൾ ദൈവം തന്നിട്ടുണ്ട്. ഇനി ഭൗതിക നന്മകൾ നമ്മൾ അംബാനി ആയില്ലല്ലോ, അദാനി ആയില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഭൗതിക അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മുട്ടില്ലാതെ, ഒന്നിനും കുറവില്ലാതെ, ആരുടെ മുൻപിൽ കരം നീട്ടാതെ നമ്മളെ നടത്തുന്ന ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെട്ടിട്ടില്ലേ നമ്മളുടെ ജീവിതത്തിൽ? ഉണ്ട് അല്ലേ? വെളിപ്പെട്ടിട്ടുണ്ട്. ആത്മീയ അനുഭവങ്ങളിലോട്ടൊന്ന് നോക്കിക്കും. ഞാൻ ചോദിച്ചിട്ടുണ്ട്, എനിക്കറിയാവുന്ന എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്ററെ, ഒരു വലിയ ദേവദാസനം, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ദൈവം തന്ന ഒരു ആത്മീയ അനുഭവം, ഒരു വലിയ ആത്മീയ അനുഭവം തന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ദൈവം എൻ്റെ റൂമിൽ ഇറങ്ങി വന്ന് എന്നെ ആശ്വസിപ്പിച്ച ഒരു അനുഭവം ഞാൻ അദ്ദേഹത്തോട് ഇത് ഷെയർ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്. പാസ്റ്ററിനെ, നമ്മൾ വിശ്വാസത്തിൽ വന്ന സമയമാണല്ലോ, അതുകൊണ്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, പാസ്റ്ററിന് ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല കുഞ്ഞെ, എനിക്ക് ആ ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓർക്കുക, ഇതുപോലെ നമ്മൾക്ക് പലർക്കും കിട്ടാത്ത ആത്മീയത്തിൻ്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങളെ ദൈവം തന്ന് നമ്മളെ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലേ? ആ അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളിന്ന് പിടിച്ചു നിൽക്കുന്നതും. അതുകൊണ്ട് ഓർക്കുക, ഈ ദൈവത്തെ വിട്ട് വേറെ എവിടേക്കും പോകാതെ ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദേവദാസന്മാരുള്ള സഭകളിൽ തന്നെ പിടിച്ചു നിൽക്കുവാൻ നമ്മൾ ശ്രമിക്കുക. അവിടുന്ന് ഓടി ചുമ്മാ അവിടെ ഇവിടെയും ഏതെങ്കിലും റെൻറ്റഡ് എന്താ പറയുക ബിൽഡിംഗ് എടുത്ത് അവിടെ ഇവിടെയും കുറേ കാട്ടിക്കൂട്ടലുകൾ നടത്തുന്നവരുടെ പുറകെ പോയാൽ ഈ അനുഗ്രഹങ്ങളും കരുതലുകളും ഈ പ്രൊട്ടക്ഷനും ഒന്നും ലഭിക്കത്തില്ല കേട്ടോ. കാരണം വയലിൻ്റെ ഉടമസ്ഥൻ ആരായിരിക്കണം? ദൈവമായിരിക്കണം. എങ്കിലേ നമ്മൾക്ക് എന്ത് കിട്ടത്തുള്ളൂ? പ്രതിഫലം കിട്ടത്തുള്ളൂ, വീണ്ടെടുപ്പ് ഉണ്ടാകത്തുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നമ്മൾ ഭയത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോവുക. ദൈവത്തോട് ആലോചന ചോദിച്ച് മുൻപോട്ട് പോവുക. ഇന്നലെ വരെയുള്ള നമ്മുടെ അനുഭവങ്ങളെ മാറ്റി ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് നയിക്കുവാൻ ഈ ദൈവം ശക്തനാണെന്നും തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.